നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിരവധിയാർന്ന കാര്യങ്ങൾ കടന്ന് വരുന്നതാകുന്നു. അത് ശുഭകരവും അശുഭകരവുമാകാം. എന്നാൽ എപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും അതേക്കുറിച്ച് ആർക്കും വ്യക്തമായ ധാരണ ഉണ്ടാകണം എന്നില്ല. ധാരണ ഉണ്ടായാൽ തന്നെ അത് പലപ്പോഴും തെറ്റിപ്പോകുന്ന അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനായി ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ നമ്പറുകളിൽ 1 മുതൽ 9 വരെയുള്ള നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ആ നമ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും കണ്ണുകൾ അടച്ച് ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക. ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കണം, ദുരിതങ്ങൾ ഒഴിയണം എന്ന് പ്രാർത്ഥിക്കുക. ഏവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാകുന്നു. കണ്ണുകൾ പതുക്കെ തുറന്ന് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ നമ്പറുകളിൽ ആദ്യം ഏത് നമ്പറാണോ കണ്ടത് ആ നമ്പർ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. 1ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും, ആഗ്രഹങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ തന്നെ ആഗ്രഹ സാഫല്യത്തിനായുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ശുഭകരം തന്നെയാകുന്നു. മറ്റൊരു കാര്യം, ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ചകൾ വന്നു ചേരാം. അത് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ഉയർച്ചകൾ വന്ന് ചേരാവുന്നതാകുന്നു. കൃത്യമായ മുന്നേറ്റം തന്നെ ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കാവുന്നതാണ്. കഠിനാധ്വാനികളാണ് നിങ്ങൾ. അതിനാൽ തന്നെ അല്പം പരിശ്രമിച്ചാൽ പോലും വിജയങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. ഉടനെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി നടക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്താൻ പോകുന്നു എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. എന്നിരുന്നാലും ജീവിതത്തിൽ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. കൂടാതെ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഇത്തരത്തിൽ ശുഭവാർത്തകൾ കേൾക്കാം. അത് നിങ്ങൾക്കും മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യമാകുന്നു. ഉയർച്ച പല വഴികളിലൂടെ ആയിരിക്കും. അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും ഉയർച്ച വന്നു ചേരും. 2ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സഹായകരമായ ചില വഴികൾ തുറക്കപ്പെടും എന്നാണ് ഫലം. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ജോലിയുമായി ബന്ധപ്പെട്ടോ ആകാം. ഇത്തരത്തിൽ ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ കാലതാമസമില്ലാതെ തന്നെ തുറക്കപ്പെടുന്നതാകുന്നു. കർമ്മരംഗത്ത് നിങ്ങൾക്ക് അല്പം ഉയർച്ച നേടുവാൻ സാധിക്കും. സാമ്പത്തികപരമായ ക്ലേശങ്ങൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ അത് ഒരുവിധം പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചില യാത്രകൾ നിങ്ങൾക്ക് നടത്തേണ്ടതായി വരാം. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ സഫലമാകും എന്ന കാര്യവും ഓർക്കുക. സന്താന സൗഖ്യം ജീവിതത്തിലേക്ക് വന്നു ചേരും. തൊഴിൽ, വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോവുകയാണ്. അതിനാൽ തൊഴിൽ അന്വേഷിക്കുന്നവർ ഈ സമയം അല്പം പരിശ്രമിച്ചാൽ അവർക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. കുട്ടികൾ ജീവിതത്തിൽ വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാകുന്നു. അഭിമാനകരമായ ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും വന്നു ചേരാം. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉടനെ തന്നെ സംഭവിക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. 3ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ചില വഴിത്തിരിവുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ് എന്ന് പറയാം. ചില നേട്ടങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാകാം. തൊഴിൽ അന്വേഷിക്കുന്നവരാണ് എങ്കിൽ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത ഈ സമയം വളരെ കൂടുതലാകുന്നു. വിവാഹം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അഥവാ വിവാഹവുമായി ബന്ധപ്പെട്ട് പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അത് വിജയത്തിൽ കലാശിക്കും.
ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം എങ്കിലും അത് നിങ്ങൾ കഠിനപ്രയത്നം ചെയ്യുന്നതിലൂടെ മാത്രമേ വന്നു ചേരൂ എന്ന കാര്യവും ഓർക്കുക. ജീവിതത്തിൽ വളരെയധികം മാറ്റിമറിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത വളരെ കൂടുതലാകുന്നു. അതിനാൽ തന്നെ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങൾക്ക് അധികാര കേന്ദ്രങ്ങളിൽ നിന്നും അനുകൂലമായ പല കാര്യങ്ങളും ലഭിക്കുന്നതാകുന്നു. ജീവിതം രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ തേടിയെത്തും എന്ന കാര്യം ഓർത്തിരിക്കുക. ആഗ്രഹങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഫലം. എന്നാൽ കഠിനാധ്വാനം അനിവാര്യമാകുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും ഉയർച്ച വന്ന് ചേരുന്നതാണ്. 4-ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങൾ നിരവധിയാർന്ന കഷ്ടതകൾ അനുഭവിക്കുന്നവരാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങളാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത അവസ്ഥ പോലുമുണ്ട് എന്നത് വാസ്തവമാകുന്നു. അപമാനങ്ങൾ നേരിട്ടവരാണ് നിങ്ങൾ. അത് വേണ്ടപ്പെട്ടവരിൽ നിന്ന് പോലും ജീവിതത്തിൽ ഇത്തരത്തിൽ ദുരിതപൂർണമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ശ്രദ്ധിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു. എന്നാൽ നിങ്ങൾ തീർച്ചയായും പല കാര്യങ്ങൾ ശരിയായ രീതിയിൽ പരിശ്രമിച്ചാൽ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് എന്ന് തിരിച്ചറിയുക. അതിനാൽ ഇത് പരിശ്രമിക്കാനുള്ള സമയമാകുന്നു. വിജയങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ടാകാം, തൊഴിൽപരമാകാം. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരിശ്രമിക്കുകയാണ് എങ്കിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തണം. അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോയാൽ ഉയർച്ച വന്നു ചേരും. കൂടാതെ അധിക ചിലവിന് സാധ്യത അല്പം കൂടുതലാകുന്നു. കർമ്മരംഗത്ത് ചതി സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാകുന്നു. ഈ കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതാകുന്നു. എന്നാൽ എന്തെല്ലാം തിരിച്ചടികൾ വന്നു ചേർന്നാലും വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ തരണം ചെയ്ത് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നവരാകുന്നു. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ജീവിതത്തിൽ എത്ര ദുരിതത്തിലാണ് എങ്കിലും ശുഭകരമായ മാറ്റങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും. 5-ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഇഷ്ടപ്പെടുന്നവരെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ വളരെ സന്തോഷം നൽകുവാൻ സാധിക്കുന്ന ചില വ്യക്തികളെ കണ്ട് മുട്ടുന്നതാകുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. ജോലി സംബന്ധമായോ അല്ലാതെയും ഇത്തരത്തിൽ മാറ്റങ്ങൾ വന്നു ചേരാം. കൂടാതെ പഴയ ചില സൗഹൃദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരികയോ അല്ലെങ്കിൽ അവരെ വീണ്ടും കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഉയർച്ച നൽകും. അത് ജീവിതത്തിൽ തൊഴിൽ മേഖലയോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ഇത്തരത്തിൽ ഉയർച്ചകൾ വന്ന് ചേരാവുന്നതാണ്. എന്നാൽ തനിക്ക് യോജിച്ചത് മാത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യം പലപ്പോഴും നിങ്ങൾക്ക് സാധിക്കാത്തതാകുന്നു. ചില കാര്യങ്ങൾ അത് തിരഞ്ഞെടുപ്പ് മോശമായതിനാൽ തന്നെ നിങ്ങൾക്ക് നഷ്ടം അല്ലെങ്കിൽ ദുഃഖം സമ്മാനിക്കുന്നതാകുന്നു. അതിനാൽ ആ കാര്യം പ്രത്യേകം ഓർത്ത് മുന്നോട്ട് പോവുക. ദീർഘനാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങൾ നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ അല്പം പരിശ്രമിച്ചാൽ ഈ സമയം അത്തരം ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. എന്നാൽ ഗണപതി സ്വാമിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. സാമ്പത്തികപരമായ തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ട്. സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. ഈശ്വരനായി നൽകുന്ന അത്തരം അവസരങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാകുന്നു. തീർച്ചയായും തൊഴിൽ അന്വേഷിക്കുന്നവരാണ് എങ്കിൽ പോലും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാകുന്നു. 6-ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. കഠിന പ്രയത്നത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കുവാൻ പോവുകയാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ആ ഫലം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഉത്തമമായ വഴിയിലൂടെ കടന്ന് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ ജീവിതത്തിൽ ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ തുടരുക എന്ന കാര്യമാണ് പ്രത്യേകിച്ചും നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. പല കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. പല കാര്യങ്ങളും നേടണം എന്ന് അതിയായി നിങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ട്.
എന്നാൽ തടസ്സങ്ങളാൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത അവസ്ഥയുമുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വഴിമാറും. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ഉയരങ്ങൾ നിങ്ങൾക്ക് കീഴടക്കുവാൻ സാധിക്കുന്നവരാണ് എന്ന തിരിച്ചറിവ് വേണ്ടതാകുന്നു. കൂടാതെ ഈശ്വരന്റെ കടാക്ഷത്താൽ, ഇഷ്ടദേവതയുടെ കടാക്ഷത്താൽ നിങ്ങൾക്ക് ഉയർച്ച, അംഗീകാരങ്ങൾ തേടിയെത്തും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉയർച്ച വന്നു ചേരും. കൂടാതെ പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച സമ്മാനിക്കുന്നതാകുന്നു. തൊഴിൽ, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. വിദേശത്ത് പോലും ജോലി ലഭിക്കാനുള്ള അനുകൂലമായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംജാതമാവുകയും ചെയ്യും. ഏറ്റവും ശുഭകരമായ സമയമാണ് എന്നാണ് ഫലമായി പറയുന്നത്. അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക. അവർ ആരാണ് എന്ന് ഇഷ്ടദേവത തന്നെ നിങ്ങൾക്ക് മുൻപിൽ തെളിയിച്ച് തരുന്നതാകുന്നു. ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും ഈ സമയം അനുകൂലമാണ്. ആ സമയം ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. 7ാമത്തെ നമ്പറാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഏത് കാര്യവും ശ്രദ്ധിച്ച് ചെയ്യണം എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. ഒരിക്കലും തിരക്ക് പിടിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. ചില കാര്യങ്ങളിൽ അബദ്ധം പിണയുവാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ശ്രദ്ധ അനിവാര്യം തന്നെയാകുന്നു. തോറ്റാലും ജയിച്ചാലും ഒരേപോലെ തന്നെ പ്രവർത്തിക്കുവാൻ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങൾ. മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുവാൻ സാധിക്കുന്നു എന്നത് നിങ്ങളുടെ പ്രത്യേകതയാകുന്നു. പോസിറ്റീവായ ഊർജം മറ്റുള്ളവർക്ക് നൽകുന്നവരാണ് നിങ്ങൾ. ഏതൊരു പ്രശ്നത്തിനും എളുപ്പം മാർഗം നൽകുന്നവർ, അല്ലെങ്കിൽ മാർഗം പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. നല്ല നിരീക്ഷണ പാഠവും നിങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ മറ്റുള്ളവരുടെ ചില ദുഃഖങ്ങൾ അകറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ അഭിമാനികളാണ് നിങ്ങൾ. ന്യായത്തിനൊപ്പം നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നതും നിങ്ങളുടെ പ്രത്യേകതയാകുന്നു. സൗമ്യമായി പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് തീർക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ പക്വതയോടെ അല്പം കൂടി പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. തെറ്റ് പറ്റിയാൽ തെറ്റ് പറ്റി എന്ന് നാം സമർത്ഥിക്കേണ്ടതാകുന്നു. ഏത് കാര്യവും ഏറ്റു പറയുക. അതായത് നിങ്ങൾ ചെയ്ത തെറ്റുകളാണ് എങ്കിൽ അത് തെറ്റാണ് എന്ന് സ്വയം പറയുകയാണ് ചെയ്യേണ്ടത്. യാത്രാപ്രിയരാണ് നിങ്ങൾ. നന്ദിയുള്ളവരാണ് നിങ്ങൾ എന്നതും പ്രത്യേകത തന്നെയാകുന്നു. ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാകുന്നു. അത് തൊഴിൽപരമോ ബിസിനസ് പരമോ ആകാം. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചില തടസ്സങ്ങളുണ്ട് എങ്കിലും മുന്നോട്ട് പോവുക. തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു. ആഗ്രഹ സാഫല്യം നടക്കും എങ്കിലും ചില തടസ്സങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. 8ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. പെട്ടെന്ന് വിഷമിക്കുകയും അതേപോലെ പെട്ടെന്ന് സന്തോഷിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ. മറ്റുള്ളവരുടെ വിഷമതകൾ അത് വ്യക്തമായി കണ്ട് പരിഹാരം നിർദ്ദേശിക്കുവാൻ നിങ്ങൾക്ക് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. പെട്ടെന്ന് മറ്റുള്ളവരുമായി അടുക്കുന്നവരാണ് നിങ്ങൾ. ഏത് കാര്യത്തിലും കരുണ, വാത്സല്യം എന്നിവ നിങ്ങൾ നൽകുന്നതുമാകുന്നു. കുട്ടികളെ വളരെയധികം ഇഷ്ടമുള്ളവരാണ് നിങ്ങൾ. ഏത് സാഹചര്യത്തിലും അവർക്കൊപ്പം പെട്ടെന്ന് ഇടപഴകുവാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾ എന്നതും പ്രത്യേകതയാകുന്നു. സാമൂഹ്യപരമായ പ്രവർത്തനങ്ങളിൽ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. കൂടാതെ ധനപരമായ ചില നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ആവശ്യത്തിന് അനുസരിച്ച് മാത്രം മറ്റുള്ളവർക്ക് ഏത് കാര്യവും നിങ്ങൾ നൽകുന്നു. പെട്ടെന്ന് പറ്റിക്കപ്പെടുവാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും അല്പം ശ്രദ്ധ വേണ്ടതാകുന്നു. അല്ലെങ്കിൽ ചതിവ് സംഭവിക്കാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ആകാം. പക്ഷേ അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് ഫലം. സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. മറ്റുള്ളവരെയും നിങ്ങൾ രക്ഷപ്പെടുത്തും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. 9ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നേതൃപാടവം ഉള്ളവരാണ് നിങ്ങൾ. സത്യസന്ധരാണ് നിങ്ങൾ എന്നതും പ്രത്യേകതയാകുന്നു. ഏത് കാര്യവും ഏറ്റെടുത്ത് നന്നായി ചെയ്യുവാൻ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആധിപത്യം നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുലർത്തുന്നവരാകുന്നു. വിശ്വസിച്ച്
ഏത് കാര്യവും ഏൽപ്പിക്കുവാൻ സാധിക്കുന്നവർ എന്ന് പൊതുവെ പറയുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതിനാൽ അത്തരത്തിൽ സ്വഭാവം നിങ്ങളിലുണ്ട്. ആത്മാർത്ഥത മുഖമുദ്ര തന്നെയാകുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ താല്പര്യം ഉള്ളവരാണ് നിങ്ങൾ. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. അതിനാൽ ഈ സമയത്ത് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ അതിനുള്ള ഫലം ഇരട്ടിയായി തന്നെ വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇത്. ധൈര്യമായി തന്നെ മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്നിലും തളരാതെ മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഏതൊരു കാര്യത്തിലും മുന്നിട്ടിറങ്ങിയാൽ ലക്ഷ്യത്തിൽ എത്തുവാൻ സാധിക്കും. അതിനാൽ ആഗ്രഹ സാഫല്യങ്ങൾ സംഭവിക്കാം. ജോലി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, തടസ്സങ്ങൾ ഉണ്ടാകാം. ആ തടസ്സങ്ങളെ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് പ്രത്യേകത. ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക.